السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ എനിക്കും നിങ്ങൾക്കുമെല്ലാം അഭിമുഖീകരിക്കാനിരിക്കുന്ന മരണം എന്ന വലിയ സത്യം, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു ശ്രദ്ധയിൽപ്പെടുത്തിയത്. സത്യവിശ്വാസികളുടെ മരണം, അതുപോലെ തന്നെ അവിശ്വാസികളുടെയും ധിക്കാരികളുടെയും ഒക്കെ ജീവൻ നഷ്ടപ്പെടുന്നത്, ഇവയുടെയൊക്കെ വ്യത്യസ്തമായ രൂപങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിവരണം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. എന്നാൽ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന വളരെ ഭയാനകമായ മറ്റൊരു കാര്യം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മരണവേദനയെ സംബന്ധിച്ചാണ്. മരണത്തിന്റെ വേദന അത് താങ്ങാവുന്നതിലും അപ്പുറമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു തരുന്നത്. ലോകം കണ്ട ഏറ്റവും നല്ലവനായ മനുഷ്യനാണ്, മഹാനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മരണത്തിന്റെ വേദന നന്നായി അനുഭവിച്ചു എന്നാണ് അവിടുത്തെ വാചകങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ ലോകത്ത് നിന്ന് അവിടുത്തെ ശറഫാക്കപ്പെട്ട ആത്മാവ് വേർപിരിയുന്ന നേരത്ത് അവിടുത്തെ തൊട്ടരികിൽ തന്നെ ഒരു പാത്രമുണ്ടായിരുന്നു. ഹദീസിൽ കാണാം, റക്വത്തുൻ ഔ ഉൽബത്തുൻ, ഒന്നുകിൽ തോൽപാത്രമാണെന്നാണ് ഞങ്ങളുടെ ഓർമ്മ, അതോ ഈ മരപ്പാത്രമാണെന്ന് അറിയില്ല. റിപ്പോർട്ട് ചെയ്ത സഹാബത്ത് പറയുകയാണ്. എന്തായാലും ഒരു ചെറിയ പാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന ഭാഗത്തുണ്ട്. ആ പാത്രത്തിൽ അല്പം തണുത്ത വെള്ളമുണ്ട്.
ഫജഅല യുദ്ഖിലു യദഹു ഫിൽ മായി, അവിടുന്ന് അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ പ്രവേശിപ്പിക്കുന്നുണ്ട്. ഫയംസഹു ബിഹാ വജ്ഹഹു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ആ നനഞ്ഞ കൈ കൊണ്ട് തന്റെ മുഖത്ത് ഇങ്ങനെ തടവുകയാണ്. വയഖൂലു, അവിടുന്ന് പറയുന്നുമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സകറാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സകറാത്ത്, നിശ്ചയം മരണത്തിന് സഹിക്കാനാവാത്ത വെപ്രാളമുണ്ട് ജനങ്ങളെ, അസഹനീയമായ വേദനയുണ്ട്, വെപ്രാളമുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നിങ്ങൾ നോക്കൂ, മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, മാ റഅയ്തുൽ വജഅ അലാ അഹദിൻ അശദ്ദ മിൻഹു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂല് മരണത്തിന്റെ നേരത്ത് വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്, വേദന അനുഭവിക്കുന്നുണ്ടെന്ന് ഞാൻ കാണുകയുണ്ടായി, മനസ്സിലാക്കുകയുണ്ടായി എന്ന് ആ അർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയും പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ذلك ما كنت منه تحيد. وجاءت سكرة الموت بالحق, മരണവെപ്രാളം യാഥാർത്ഥ്യം കൊണ്ടുവരുന്നതാണ്, മരണവെപ്രാളം യാഥാർത്ഥ്യം കൊണ്ടുവരുന്നതാണ്. ذلك ما كنت منه تحيد, എന്തൊന്നിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നുവോ അതത്രേ ഇത്. എല്ലാ മനുഷ്യന്റെയും അവസാന ഘട്ടം, ഏതൊരു മനുഷ്യന്റെയും അന്തിമമായ സമയങ്ങൾ മനുഷ്യന് ഏറെ വെപ്രാളമുണ്ടാകുന്ന നേരമാണ്, ഏറെ പ്രയാസമുണ്ടാകുന്ന നേരമാണ്. ലോകം കണ്ട ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മരണത്തിന്റെ വേദന അനുഭവിച്ചു എങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്തായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥിതി എന്ന് ഓർക്കേണ്ടതാണ്. മരണത്തിന്റെ വേദന എന്ന് പറയുന്നത് അതൊരാൾക്കും എങ്ങനെയാണെന്ന് പറയാൻ സാധിച്ചിട്ടില്ല. കാരണം മരണപ്പെട്ടു പോയ ഒരാൾ തിരികെ വന്നുകൊണ്ടെങ്ങാനും ഇങ്ങനെയാണ് മരണത്തിന്റെ വേദന എന്ന് പറഞ്ഞു തന്നിരുന്നുവെങ്കിൽ, മനുഷ്യ നിനക്ക് ശാന്തമായി പിന്നെ ഉറങ്ങാൻ കഴിയില്ല, നിനക്ക് ശാന്തമായി ഭക്ഷണം കഴിക്കാനാവില്ല, നിനക്ക് ശാന്തമായി ഒരിടം കഴിയില്ല. അത്രത്തോളം ഭീകരമാണ് ആ യാഥാർത്ഥ്യമെന്ന് പണ്ഡിതന്മാര് വിശദീകരിക്കുകയാണ്. സഹോദരന്മാരെ, ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കാഫിറുകൾ അത് നന്നായി അനുഭവിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ആ വേദനയിൽ നിന്ന് ഒഴിവായിട്ടില്ലെങ്കിൽ കാഫിറുകളും മുശ്രിക്കുകളും ഫാസിക്കുകളും തെമ്മാടികളും ധിക്കാരികളും പാപികളും ഒക്കെ ആളുകൾ ആ നേരത്തെ അനുഭവിക്കുന്ന വേദനയുടെ കാഠിന്യം എത്രയായിരിക്കും? അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഴിഞ്ഞ ക്ലാസ്സിലെ വിശദീകരണത്തിൽ നിങ്ങൾ കേട്ടില്ലേ? നനഞ്ഞ ഒരു പഞ്ഞിക്കെട്ടിന്റെ അകത്തേക്ക് ഇറക്കിയിട്ടുള്ള നാലു ഭാഗത്തേക്കും കൊളുത്തുകളുള്ള ഒരു ഇരുമ്പിന്റെ ദണ്ടിങ് വലിച്ചെടുക്കുമ്പോ എന്താണ് ആ സ്ഥിതി എന്ന് ചോദിക്കപ്പെട്ടില്ലേ? ആ റൂഹ് ഇങ്ങോട്ട് ഇറങ്ങാനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും അതിൽ തന്നെ സൂചനയുണ്ട്. ഇനി സഹോദരന്മാരെ, മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ മകൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പലപ്പോഴും മരണത്തിന്റെ വേദനയെ സംബന്ധിച്ച് പറഞ്ഞു തരാൻ നീതിമാന്മാരായ ആരെങ്കിലും ആ മരണനേരത്ത് അത് സംബന്ധമായിട്ട് പറയാൻ കഴിവുള്ളവരുണ്ടായെങ്കിൽ എന്ന് ഇടയ്ക്കിടെ ഇങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ടായിരുന്ന മനുഷ്യനാണ്. അങ്ങനെ ഒരു ദിവസം അതാ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന് മരണത്തോടടുത്ത ഒരു ഘട്ടത്തിൽ മകൻ ചോദിക്കുകയാണ്, യാ അബത്താ, എന്റെ പൊന്നൂപ്പ, അങ്ങെപ്പോഴും പറയാറുണ്ടല്ലോ മരണത്തോടടുക്കുന്ന വേളയിൽ
ആ അവസ്ഥയൊന്ന് വിവരിച്ചു തരാൻ ബുദ്ധിമാന്മാരായ തന്റേടികളായ ഒരാളെ എനിക്ക് കിട്ടിയെങ്കിൽ. ഉപ്പ, അങ്ങേ പോലെ ഒരാളെ ഞാൻ അതിന് കാണുന്നില്ല. വഅൻത ദാലിക റജുൽ, അങ്ങ് അതുപോലെയുള്ള ഒരു മനുഷ്യനായിട്ടാണല്ലോ ഈ മകൻ കാണുന്നത്. അതുകൊണ്ട് എനിക്കൊന്ന് വർണ്ണിച്ചു തരൂ. ആ സമയത്തതാ അംറു ബിൻ അസ് റളിയല്ലാഹു തആല അൻഹു മോനോട് പറയുന്നു, ബുനയ്യ, മോനെ, അല്ലാഹി